ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ നിയമവും ദൈവഭക്തിയിലും നിലനിൽക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവ് നീതിപൂർവം അവരെ വിധിക്കും. അവിടുന്ന് അവരോട് നീതി കാണിക്കും. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ദൈവഭക്തിക്ക് പ്രാധാന്യം നൽകുക, ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് പ്രാധാന്യം നൽകുക, നമ്മുടെ ജീവിതം സുരക്ഷിതമാകും. എത്രയൊക്കെ അരക്ഷിതാവസ്ഥയിൽ കൂടി നാം ജീവിക്കേണ്ടി വന്നാലും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക്, ക്രിസ്തുവിൻ്റെ വചനം അനുസരിക്കുന്നവർക്ക്, ദൈവത്തോടുള്ള ഭക്തി നിലനിർത്തുന്നവർക്ക്, ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ കാത്തിരിക്കുന്നവർക്ക് ജീവിതത്തിൽ ക്ലേശങ്ങളുണ്ട് എങ്കിലും അതിനെയെല്ലാം അതിജീവിച്ച് വിജയിക്കുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ഒന്നും അസാധ്യമായി വരികയില്ല. ഇന്നത്തെ ദിവസം ദൈവത്തിന് പ്രീതികരമായ ഒരു ജീവിതം ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. ദൈവഭക്തിക്ക് ഒന്നാം സ്ഥാനം കൊടുക്കാം. ദൈവത്തെ എല്ലാത്തിനും ഉപരിയായി സ്നേഹിക്കാം. ഉറപ്പാണ് നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരമായ അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകും. ഇന്നത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥന നിങ്ങൾ കുറഞ്ഞത് ഒരു 10 പേർക്കെങ്കിലും ഇത് അയച്ച് ഞങ്ങളുടെ ഈ ചെറിയ ശുശ്രൂഷയെ നിങ്ങൾ പിന്താങ്ങുക. ഏതെങ്കിലും തരത്തിൽ ഞങ്ങളെ സഹായിക്കുന്ന നിങ്ങൾക്ക് പ്രത്യേകം ദൈവാനുഗ്രഹങ്ങൾ കർത്താവ് നൽകിയിരിക്കും. അതിനാൽ ഈ പ്രാർത്ഥന, ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ വീഡിയോകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അത് അവർക്കും നിങ്ങൾക്കും ഞങ്ങൾക്കും അനുഗ്രഹമായി മാറും. വിശ്വാസത്തോടെ ഇന്നത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 19:9 മുതലുള്ള വാക്യങ്ങൾ. ദൈവഭക്തി നിർമ്മലമാണ്, അത് എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിൻ്റെ വിധികൾ സത്യമാണ്, അവ തികച്ചും നീതിപൂർണമാണ്. അവ പൊന്നിനെയും തങ്കത്തെയും കാൾ അഭികാമ്യമാണ്. അവ തേനിനെയും തേൻകട്ടയെയും കാൾ മധുരമാണ്. അവ തന്നെയാണ് ഈ ദാസനെ പ്രബോധിപ്പിക്കുന്നത്. അവ പാലിക്കുന്നവന് വലിയ സമ്മാനം ലഭിക്കും. എന്നാൽ സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കാൻ ആർക്ക് കഴിയും? അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് ഈ ദാസനെ കാത്തുകൊള്ളണമേ. അവ എന്നിൽ ആധിപത്യം ഉറപ്പിക്കാതിരിക്കട്ടെ. അപ്പോൾ ഞാൻ നിർമ്മലനായിരിക്കും. മഹാ അപരാധങ്ങളിൽ നിന്ന് ഞാൻ വിമുക്തനായിരിക്കും. എൻ്റെ അഭയശിലയും വിമോചകനുമായ കർത്താവേ, എൻ്റെ അധരങ്ങളിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും അങ്ങയുടെ ദൃഷ്ടിയിൽ സ്വീകാര്യമാകട്ടെ. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവേ, വീണ്ടും ഒരു ദിവസം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ നീ കൂട്ടിച്ചേർത്തതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. ദൈവമേ, ഇന്ന് വരെ, ഞങ്ങളുടെ ജനനം മുതൽ ഇപ്പോൾ വരെ നീ ഞങ്ങളെ കാത്തു പരിപാലിച്ചു, ഞങ്ങളെ വഴി നടത്തി. ഒത്തിരി അനർത്ഥങ്ങളും ദുരിതങ്ങളും ആപത്തും അപകടങ്ങളിലും കൂടി ഞങ്ങൾക്ക് നടക്കേണ്ടി വന്നു. എങ്കിലും ആ സമയമൊന്നും ഞങ്ങൾ ഒറ്റയ്ക്കായിരുന്നില്ല. എന്നാൽ നിന്റെ പരിശുദ്ധ സാന്നിധ്യമാണ് ഞങ്ങളെ ഇന്നോളം വഴി നടത്തിയത്. കർത്താവേ, ഇന്നത്തെ ദിവസം പൂർണ്ണമായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ അലട്ടുന്ന, ഞങ്ങളെ പിന്നോക്കം വലിക്കുന്ന എല്ലാ ദുഷ്ടാത്മാക്കളിൽ നിന്നും, ദുഷ്ടപ്രേരണകളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. ഞങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ശക്തനായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ അഭയവും സങ്കേതവുമാണ്. അങ്ങ് ഞങ്ങളുടെ ശക്തിയാണ്. കർത്താവേ, ഇന്ന് നീ ആഗ്രഹിക്കുന്നത് പോലെ ഫലപ്രദമായ ഒരു ജീവിതം നയിക്കാൻ ഞങ്ങൾക്ക് ഉന്നതങ്ങളിൽ നിന്ന് ശക്തി തരണമേ.
ഞങ്ങളുടെ എല്ലാ ബോധ്യങ്ങളെയും, ബോധമനസ്സിനെ, ഉപബോധ മനസ്സിനെ, അവബോധ മനസ്സിനെ എല്ലാം നീ വിശുദ്ധീകരിക്കണമേ. ഈശോയുടെ തിരുരക്തത്താൽ ഞങ്ങളുടെ മനസ്സിനെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ശരീരത്തെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തെ, അന്തരാത്മാവിനെ വിശുദ്ധീകരിക്കണമേ. ഈശോയെ, നിന്റെ തിരുരക്തം ഇന്ന് ഞങ്ങളായിരിക്കുന്നിടത്തെല്ലാം നിറയട്ടെ. ഞങ്ങളുടെ ഭവനത്തെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളെ തന്നെ പൂർണ്ണമായി വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ നാവിനെ വിശുദ്ധീകരിക്കണമേ. ഇന്ന് ഞങ്ങൾ സംസാരിക്കുന്ന വാക്കുകളും ഞങ്ങളുടെ ചിന്തയെ എല്ലാം നീ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ വിശുദ്ധീകരിക്കണമേ. കർത്താവേ, ഇന്നത്തെ ദിവസം ഇന്നലെകളിലെ പോലെ ആകാതെ ഞങ്ങൾക്ക് നേട്ടങ്ങളുടെ ദിവസമാക്കി മാറ്റണമേ. അനേകർ ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട ഓരോരുത്തരുടെയും നിയോഗങ്ങളെ അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, കടബാധ്യതയും ജോലിയില്ലാത്ത അവസ്ഥയും കാരണം ഒത്തിരി പേർ കഷ്ടപ്പെടുന്നുണ്ട്. അനേകം പേർ രോഗപീഠകളിൽ അടിമപ്പെട്ടിരിക്കുന്നു. കർത്താവായ ദൈവമേ, അശുദ്ധാത്മാക്കളുടെ പ്രവർത്തനങ്ങൾ കാരണം പല രോഗങ്ങൾക്കും അടിമയായിട്ടുള്ള അനേകം പേർ എന്നെ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. ദൈവമേ, ഇന്ന് അവർക്കൊരു വിമോചനം നൽകണമേ. ഇന്ന് നിന്റെ ശക്തി അവരിലേക്ക് വ്യാപരിപ്പിക്കണമേ. കർത്താവേ, നിന്റെ ശക്തിക്ക് മുന്നിൽ മറ്റേത് ശക്തിയാണ് നിലനിൽക്കുക? ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന, ഞങ്ങളെ രോഗപീഠകളിൽ അകപ്പെടുത്തുന്ന, ഞങ്ങളെ ഒന്നും ചെയ്യാൻ അനുവദിക്കാതെ, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാതെ ഞങ്ങളെ കെട്ടിപ്പിണഞ്ഞിരിക്കുന്ന എല്ലാ ദുഷ്ടാത്മാക്കളെയും കർത്താവെ, അവരുടെ ശക്തി നീ തകർത്ത് കളഞ്ഞ് നിന്റെ ശക്തിയിൽ ഞങ്ങളുടെ മേൽ നീ ആധിപത്യം എടുക്കണമേ. നിന്റെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ ബലഹീന അവസ്ഥയിൽ, ഞങ്ങളുടെ ദുരിതങ്ങളിൽ, ഞങ്ങളുടെ കഷ്ടപ്പാടുകളിൽ, ഞങ്ങളുടെ തളർച്ചയിൽ, ഞങ്ങളുടെ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ പോലും ദൈവമേ, നിന്റെ ശക്തി ഞങ്ങൾക്കുണ്ട് എങ്കിൽ ഞങ്ങൾക്കെല്ലാം ചെയ്യാൻ സാധിക്കും. ഇന്ന് നീ ആഗ്രഹിക്കുന്ന ഒരു നല്ല ജീവിതം നയിക്കാൻ ഉന്നതങ്ങളിൽ നിന്നുള്ള ശക്തിയും വിജ്ഞാനവും വിവേകവും നൽകി, ആരോഗ്യവും ആയുസ്സും നൽകി ഇന്നത്തെ ദിവസം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്ന് സകല അപകടങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളെയും നീ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ വഴിയിൽ ഇന്നെല്ലാ തടസ്സങ്ങളും മാറ്റി ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവം സംപ്രീതനാകാൻ കർത്താവേ, ഇന്ന് നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്. കർത്താവായ ഈശോയെ, ഞങ്ങൾക്കെതിരെ, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കെതിരെ, ഞങ്ങളുടെ ഭവനത്തിനും വസ്തുവകകൾക്കും എതിരെ നടമാടുന്ന എല്ലാ ദുർമന്ത്രവാദങ്ങൾ, ആഭിചാര പ്രവർത്തനങ്ങൾ, സകല ദുഷ്ട പ്രവർത്തനങ്ങൾ, കൂടോത്രങ്ങൾ, ഇവയെല്ലാം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ തകർന്ന് വീഴട്ടെ. കർത്താവേ, നീ ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ ഭവനത്തിന്മേൽ, കുടുംബാംഗങ്ങളുടെ മേൽ ആധിപത്യം പുലർത്തണമേ. ഞങ്ങൾ പൂർണ്ണമായി അങ്ങേക്കുള്ളതാണ്. ഈശോയെ, ഞങ്ങൾ എന്നും അങ്ങേക്കുള്ളവരാണ്. നീയാണ് ഞങ്ങളുടെ സൗഖ്യദായകൻ, നീയാണ് ഞങ്ങളുടെ വിമോചകൻ, നീയാണ് ഞങ്ങളുടെ ശക്തി. കർത്താവേ, ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർക്ക് നീ ശക്തി പകരണമേ. ഞങ്ങൾക്ക് പുതിയ ഒരു പ്രചോദനം നൽകി, പുതിയ ഓജസ് നൽകി, തീക്ഷ്ണത നൽകി, ഇന്ന് എല്ലാം കൊണ്ടും നല്ലൊരു ദിവസമാകാനും പൂർണ്ണമായി ജീവിക്കാൻ, പരാതി കൂടാതെ ജീവിക്കാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ തെറ്റുകൾ, ആരെങ്കിലും ഞങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ അത് സ്വീകരിക്കാൻ, അത് ഏറ്റെടുക്കാൻ ഒരു മനസ്സ് ഞങ്ങൾക്ക് നൽകി, അതിനെ സ്വീകരിച്ച് അതിൻ്റെ മേലുള്ള കുറവുകളെ നികത്താൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ദൈവഭക്തി എന്നേക്കും നിലനിൽക്കുന്നതാണ്. എന്നേക്കും നിലനിൽക്കുന്ന ദൈവഭക്തിയും ദൈവവചനവും കൊണ്ട് ഇന്ന് ഞങ്ങളെ നിറയ്ക്കണമേ. നിന്റെ നാമത്തിൻ്റെ മഹത്വത്താൽ ഇന്ന് ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവാനുഗ്രഹം ഉണ്ടായി വിജയം നൽകി അനുഗ്രഹിക്കണമേ. കർത്താവേ, 26 മാസമായി ഒരു മകന് ജോലി ഇല്ലാതിരിക്കുന്നു.
അവൻ്റെ വരുമാന മാർഗം നിലച്ചതിനാൽ ഒത്തിരി കടബാധ്യതകളും സാമ്പത്തിക പ്രശ്നങ്ങളുമുള്ള ഈ കുടുംബത്തിൻ്റെ മേൽ നീ കരുണ തോന്നണമേ. ജോലിയില്ലാത്ത അവസ്ഥയിൽ, ജോലി നഷ്ടപ്പെട്ട അവസ്ഥയിലായിരിക്കുന്ന എല്ലാവർക്കും കർത്താവേ, ഈ പുതുവർഷത്തിൽ ഒരു വലിയ നന്മയുടെ വർഷമാക്കി മാറ്റണമേ. ഇന്ന് ജോലി അന്വേഷിച്ചു പോകുന്നവർക്ക് ദൈവമേ സന്തോഷത്തോടെ തിരികെ വരാൻ നീ ഇടവരുത്തണമേ. കർത്താവേ, നിനക്കെല്ലാം സാധ്യമാണ്. ദുഃഖിച്ചിരിക്കുന്നവർക്ക് ആശ്വാസം നൽകുന്ന ദൈവമേ, ഞങ്ങൾ കൂടുതൽ ദൈവത്തോട് അടുക്കുന്നതിന്, ദൈവത്തോട് ഒന്നാകുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ. എല്ലാറ്റിലും ഉപരി ദൈവത്തെ ഒന്നാം സ്ഥാനത്ത് നിർത്തുന്നതിന് ഞങ്ങൾക്ക് കൃപ തരണമേ. കർത്താവേ, നീയാണ് ഞങ്ങളെ സൃഷ്ടിച്ചത്, നീയാണ് ഞങ്ങൾക്ക് ജീവൻ നൽകിയത്, നീയാണ് ഞങ്ങൾക്ക് ശരീരം നൽകിയത്, നീയാണ് ഞങ്ങൾക്കെല്ലാം നൽകിയത്. ആ നിന്നെ ഉപേക്ഷിച്ച് മറ്റാരുടെ അടുത്തും മറ്റെങ്ങും പോകാൻ ഞങ്ങളെ അനുവദിക്കരുതേ. കർത്താവേ, എപ്പോഴും നീയാണ് ഞങ്ങളുടെ കൂടെയുള്ള ദൈവം. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ദിവസം എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് അനുഗ്രഹം നൽകി, ഉയർച്ച നൽകി ഞങ്ങളെ ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെ അലട്ടുന്ന രോഗപീഠകളിൽ നിന്ന് എന്നേക്കുമായി ഇന്ന് നീ വിടുതൽ നൽകണം. ഈശോയെ, മരുന്നോ ലേപന ഔഷധമോ അല്ല, മറ്റ് വൈദ്യന്മാരോ ഒന്നും തന്നെയല്ല ഞങ്ങൾക്ക് സൗഖ്യം തരുന്നത്. നീയാണ് ഞങ്ങളുടെ യഥാർത്ഥ സൗഖ്യം. ഇന്ന് ഞങ്ങളുടെ കുറവുകളെ, ഞങ്ങളുടെ രോഗങ്ങളെ, ബലഹീനതകളെ, ഞങ്ങളായിരിക്കുന്ന അവസ്ഥയെ, ഞങ്ങളുടെ ആന്തരിക പ്രശ്നങ്ങളെ, ബാഹ്യവും ആന്തരികവുമായുള്ള ഞങ്ങളുടെ പ്രശ്നങ്ങളെ പൂർണ്ണമായി അറിയാവുന്നവൻ ദൈവമേ നീ മാത്രമാണ്. അതിനാൽ നിനക്ക് മാത്രമേ ഞങ്ങളെ പൂർണ്ണമായി സൗഖ്യപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ഏത് മേഖലയിലാണ് ഞങ്ങൾക്ക് കുറവുകളുള്ളത്, ഞങ്ങൾക്ക് രോഗങ്ങളുള്ളത്, ഞങ്ങൾ ബലഹീനരായിരിക്കുന്നത്, നീ അത് അറിയുന്നുവല്ലോ. ഇന്ന് ഞങ്ങൾക്ക് ശക്തി പ്രദാനം ചെയ്യണമേ. കർത്താവേ, നീ ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ. നിന്റെ സൗഖ്യത്തിനു വേണ്ടി അനേകർ ഇപ്പോൾ കാത്തിരിക്കുന്നുണ്ട്. ദൈവമേ, ശക്തി ഞങ്ങളിലേക്ക് ആവസിപ്പിച്ച് സൗഖ്യം നൽകാനുള്ള കൃപയും കരുത്തും നൽകി ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ. നിന്റെ സൗഖ്യത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ഓരോ വ്യക്തിക്കും ഇന്ന് അത്ഭുത സൗഖ്യം നൽകി നിന്റെ തിരുവചനമയച്ച് സൗഖ്യപ്പെടുത്തി അവരെ നീ ആരോഗ്യത്തോടെ ഇരുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം പരീക്ഷ എഴുതി റിസൾട്ടിനു വേണ്ടി കാത്തിരിക്കുന്നവർക്ക് നല്ലൊരു വിജയം നൽകി നീ അനുഗ്രഹിക്കണമേ. ദൈവമേ, നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ഒരിക്കലും ഭഗ്നാശരാകാൻ നീ അനുവദിക്കുകയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനാൽ പൂർണ്ണമായി ദൈവഭക്തിയിലും ദൈവവിശ്വാസത്തിലും ദൈവവചനത്തിലും ദൈവസ്നേഹത്തിലും അടിയുറച്ചുള്ള ഒരു ജീവിതം ജീവിക്കാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്കെല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ നൽകി ദൈവമേ എല്ലാവരോടും ക്ഷമിക്കാനും സ്നേഹിക്കാനും ഞങ്ങളെ തന്നെ സ്വീകരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ നീ അനുഗ്രഹിക്കണമേ. കുടുംബത്തിലുള്ള എല്ലാ അരക്ഷിതാവസ്ഥയും മാറ്റി സത്യവും നീതിയും ഞങ്ങളുടെ കുടുംബത്തിൽ നിലനിർത്തി അത്ഭുതകരമായ സൗഖ്യവും വിടുതലും നൽകി ഞങ്ങളുടെ കുടുംബം സ്വർഗീയ അന്തരീക്ഷമാക്കി മാറ്റണമേ. ദൈവികമായ ചൈതന്യം ഞങ്ങളുടെ കുടുംബത്തിൽ നീ നിറയ്ക്കണമേ. പരസ്പരം ബഹുമാനിക്കാൻ ഞങ്ങളുടെ കുടുംബത്തിൽ നീ കൃപ ചെയ്യണമേ. കുടുംബാംഗങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. കരുണാമയനായ ദൈവമേ, ഇന്ന് എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് അനുഗ്രഹവും ഉയർച്ചയും നൽകി കൂടുതൽ അധ്വാനിക്കാനുള്ള ശക്തി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്ന് എല്ലാ കാര്യങ്ങളിലും നിന്റെ കൃപ ഞങ്ങൾക്ക് കൂടുതലായി അഭിഷേകം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ ഇന്ന് കർത്താവേ നിന്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. കരുണയുണ്ടായി ഇന്ന് എല്ലാവർക്കും സന്തോഷത്തിൻ്റെ ദിവസമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ഏറ്റെടുത്ത് സാധിച്ചു തരുന്ന നാഥ,
ഞങ്ങളെ കൂടുതൽ ദൈവവിശ്വാസികളാക്കി മാറ്റുന്ന നാഥ, അങ്ങയ്ക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ അപകടങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കുകയും ഇന്ന് ഫലപ്രദമായ നല്ലൊരു ജീവിതം ജീവിക്കാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും പരിശുദ്ധ അമ്മയുടെ സഹായവും നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.